നാടു. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്ക് ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുള്ള ഒരു അതിഥിയാണ്. ഈയിടെ വാർത്തയിലൊക്കെ ഇടം നേടിയ ആളാണ്. 8 മണിക്കൂർ കൊണ്ട് 75 അണലി കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത പാമ്പ് പിടുത്തക്കാരി, നമ്മുടെയൊക്കെ അഭിമാനമായ രാജി. സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. അപ്പൊ നമ്മൾ ആ വാർത്ത എല്ലാവരും കണ്ടത് വലിയ കൗതുകത്തോടെയാണ്, പേടിയോടെയാണ്. നമ്മുടെയൊക്കെ വീട്ടില് ഈ പാമ്പിനെ 1-2 പാമ്പിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് വിറയലാണ്. അപ്പൊ ഈ 75 പാമ്പുകളെ രക്ഷപ്പെടുത്തുക, പാമ്പും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആളുകൾ ഇങ്ങനെ നോക്കിയിരുന്നൊരു വാർത്തയാണത്. എങ്ങനെയായിരുന്നു രാജേച്ചി ആ ഒരു റെസ്ക്യൂവിനെ കുറിച്ച് പറയാമോ? എത്ര മണിക്കാണ് കോള് വന്നത്? എന്തായിരുന്നു അവർ പറഞ്ഞത്? സ്ഥലം? ട്രിവാൻഡ്രം ജില്ലയിലെ നന്ദിയോട് എന്ന സ്ഥലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഉണ്ട്. ഇതിനടുത്തൊരു വീട്ടില് ഒരു അണലിയുടെ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞൊരു കോൾ വന്നു. ഞാൻ ഉടനെ തന്നെ, എന്റെ വീട് അടുത്താണ്, ഒരു 4 കിലോമീറ്റർ വ്യത്യാസമുള്ള, ഉടനെ തന്നെ ഞാൻ അവിടെ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോ ഒരു കുഞ്ഞ് അണലി ജനിച്ചിട്ട് ഒരു 2 ആഴ്ചക്കകത്തുള്ള പ്രായം വരുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്തു. ചെയ്തിട്ട് വീടിന് ചുറ്റും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ മനസ്സ് പറഞ്ഞില്ല. കാരണം ഞാൻ അപ്പോഴേ ആ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഈ 2 കുഞ്ഞുങ്ങളെ സൈസ് വെച്ച് നോക്കുമ്പോൾ അണലി ഇവിടെ എവിടെയോ പ്രസവിച്ച് കിടക്കേണ്ട ഒരു സമയമാണ്, പ്രസവിച്ച സമയമാണ്. ഏകദേശം ഒരു 1.5 ആഴ്ചത്തെ പ്രായം വരും. അപ്പൊ എന്തായാലും നമുക്ക്, ഞാൻ പോണതിന് മുമ്പ് ആ വീടിന്റെ സൈഡിൽ ഒരു 1.5 സെന്റ് പെരേടെ ഉണ്ട്. ഒരു 1.5 സെന്റിനകത്തേ വരുള്ളൂ, കുറച്ച് ഏരിയ, മതിലിന് വെളിയിലാണ്. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. എന്റെ പൊന്നു, അവിടെ ചെന്നപ്പോഴേക്കും അണലി കുഞ്ഞുങ്ങൾ ഇങ്ങനെ തത്തി കളിക്കണ, ഓടിക്കൊണ്ടിരിക്കും. എവിടെയായിരുന്നു? ഈ വീടിന്റെ തൊട്ടടുത്ത്, വീടിന്റെ മതിലിന് വെളിയിൽ ഒരു കുറച്ച് മലക്കറിയൊക്കെ നടന്ന ഒരു ഏരിയ. ശരി. അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് ആദ്യം പിന്നെ ഈ 2 പിടിച്ചു കഴിഞ്ഞ് പിന്നെ കണ്ണിപ്പെട്ടത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ രാവിലെ 9:30 വന്ന കോളാണ്. വൈകിട്ട് 6 മണി വരെ ഉണ്ടായിരുന്നു റെസ്ക്യൂ. ഒന്നിനെ പിടിക്കും അടുത്ത. അപ്പൊ വീട്ടിലെ ഒരു പയ്യനുണ്ടായിരുന്നു, അവിടുത്തെ ആ മേഡവും മോനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അവന് മതിലിന്റെ മുകളിൽ നിന്നുകൊണ്ട് വാച്ച് ചെയ്യും, ചേച്ചി ഇതാ ഒരെണ്ണം പോണു, ഇതാ ഒരെണ്ണം. അങ്ങനെ അതിനെ പിടിക്കുമ്പോ അടുത്തത്. പക്ഷെ അവനെ ഇങ്ങ് താഴെ ഇറക്കിയില്ല, ആരും ഇറക്കിയില്ല. കാരണം എനിക്ക് ബൂട്ടും സേഫ്റ്റി ആയിട്ടുള്ള ജീൻസ് പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം നിന്ന് റെസ്ക്യൂ ചെയ്ത് അങ്ങനെ പിടിച്ചു വന്നത്. ആ സ്ഥലത്തിന് കുറച്ച് താഴെ ഒരു ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട്. അവിടെ കുറച്ച് കല്ലടുക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നോക്കി. അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ കാട് കയറി കിടക്കുകയാണ്, കുറച്ച് സ്ഥലമുള്ളൂ. ആ കിടക്കുന്ന പുല്ലിന്റെ മുകളിൽ തന്നെ ഈ അണലി കുഞ്ഞുങ്ങൾ തത്തിക്കളിച്ച സ്കിൻ ഷെഡ്, പുല്ലിന്റെ മുകളിലാണ്, ഇത്ര പൊക്കമുള്ള പുല്ലിന്റെ മുകളിൽ ഇങ്ങനെ സ്കിൻ ഷെഡ് ചെയ്ത ആ തൊലി ഉണ്ടല്ലോ, അതങ്ങനെ നിറഞ്ഞു കിടക്കണം. അത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. അപ്പൊ ആ പയ്യൻ, ചേച്ചിക്ക് രസം, ഞങ്ങൾക്കൊക്കെ പേടിയാണ് കാണുമ്പോ. തോഴി എന്നൊക്കെ പറയുന്ന പോലെ അതിനെ രക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്, നിങ്ങളെ റെസ്ക്യൂവർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് വലിയ ആശങ്കയാണ്. എന്നിട്ട് പക്ഷെ ഞങ്ങൾക്ക് പാമ്പെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണ് ഈ സ്നേക്ക് റെസ്ക്യൂ എന്നുള്ളത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കണ്ട് അവിടെ കുറച്ച് കല്ലടുക്കൊക്കെ ഉണ്ട്. ആദ്യം ഒരു സ്റ്റെപ്പ് മൊത്തവും നമ്മള് കുഞ്ഞുങ്ങളൊരു രാജേച്ചി ഈ 2 ആദ്യം പിടിച്ചു, അത് കഴിഞ്ഞ് കുറെ എണ്ണത്തിനെ കണ്ടു. അപ്പൊ ഇത് ഓരോന്നും ഈ ബക്കറ്റിലേക്ക് മാറ്റുമ്പോ എണ്ണിക്കൊണ്ടിരിക്കുക. അതെ, ഓരോന്നിടുമ്പോഴും ആ വീട്ടുകാർ, അവിടുത്തെ മേഡം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു 43 എണ്ണം വരെ കിട്ടിയതിനു ശേഷം ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ 43 എണ്ണം കിട്ടി. തൊട്ട് താഴെയും അവിടെ ഏറ്റവും ഒരു 1.5 സെന്റേ വരുള്ളൂ. അപ്പോഴേക്ക് ആള് കൂടിയോ അവിടെ? ഇല്ല, ആരും അറിയിച്ചില്ല. കാരണം ആള് കൂടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളല്ലേ, ഒന്നിന്റെ കടി കിട്ടിയാൽ മതി, പിന്നെ ഭയങ്കര റിസ്ക് ആണ്. ആള് ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി ചികിത്സ നേടിയില്ലെങ്കിൽ രക്ഷപ്പെടാനൊക്കെ പാടാണ്. പ്രത്യേകിച്ച് നല്ല വിഷമുണ്ട്, ജനിക്കുമ്പോഴേ വിഷം കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അപ്പൊ രാജേച്ചി ആ പാമ്പിനെ പിടിക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോഴും ഒരു വലിയ പാമ്പിനെ പിടിക്കുന്ന അതേ പ്രത്യേകിച്ച് അതെ അണലിയും കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധ വേണം. എന്നിട്ട് ആകെ ടയേർഡായി. ഒരു 4 മണിക്കൂർ ഒരേ കണക്കിന് റെസ്ക്യൂ ചെയ്തു. അപ്പം വെള്ളം കുടിക്കണം, വിശക്കണ്.
അങ്ങനെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പയ്യന്റെ കൂട്ടുകാർ കുറച്ച് പേര് അവിടെ വന്ന്. അപ്പോൾ വന്നപ്പം അവരും ഞാൻ മതിലിന് മുകളിലേ നിർത്തിയുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഇതാ ഒരെണ്ണം പോണെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഫുഡ് കൈ പോലും കഴുകിയില്ല, ഓടി വന്ന്. കാരണം അത് എങ്ങോട്ടേലും മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. ഓടി വന്ന് എടുക്കണേനെ വെച്ച് ഒന്നുകൂടി ആ വസ്തുവിൽ മൊത്തത്തിൽ സെർച്ച് ചെയ്ത് അപ്പൊ 11 വീണ്ടും കിട്ടി. അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് റെസ്റ്റ് ചെയ്ത് അപ്പൊ ഈ ഒളിച്ചിരിക്കുന്ന അനക്കം ഇല്ലാതിരിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന പാമ്പ് പുറത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങും. അങ്ങനെ ഒടുക്കം ആ 75 പിടിച്ച് മതിയാക്കി. വീണ്ടും വീണ്ടും നമ്മൾ അവിടെ നോക്കി, പക്ഷെ പിന്നെ കിട്ടിയില്ല. 75 ആ 75 തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ വിചാരിക്കുന്നു അല്ലെ. ഇത് ഈ ജനിച്ചു കഴിഞ്ഞാട്ട് എത്ര ദൂരം പോകാൻ പറ്റും ഈ പാമ്പിന്? അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഇത് സാധാരണ ഒരു പാമ്പിന്റെ മുട്ട വിരിഞ്ഞിറങ്ങിയാൽ അല്ലെങ്കിൽ അണലി പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സാധാരണ മനുഷ്യൻ പ്രസവിക്കും പോലെ. അങ്ങനെയല്ല, എല്ലാ പാമ്പുകളും മുട്ട വിരിഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെയും വയറ്റില്, അണലിയുടെ വയറ്റിലും മുട്ട നിക്ഷേപിച്ചിട്ട് അത് പരുവായതിനു ശേഷം വയറ്റിയിരുന്ന് പൊട്ടിയാണ് പുറത്തേക്ക് വരണം. അത് നമ്മൾ ഓവോവിവിപാരസ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ആ പ്രക്രിയ നമ്മൾ വയറിൽ നിന്ന് തന്നെ മുട്ട പൊട്ടിയ ശേഷം കുഞ്ഞുങ്ങൾ വെളി വരും. നമ്മൾ പഠിക്കുന്നത് അല്ലെ പ്രസവിക്കുന്ന പാമ്പ് അണലി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. വിഷമുള്ള പ്രസവിക്കുന്ന പാമ്പ് അണലിയും, വിഷമില്ലാത്തത് നമ്മൾ മണ്ണൂലി, സാൻഡ് ബോസ് എന്ന് പറയുന്നത്, ഇരുത്തലമുരി, അങ്ങനെയുള്ള അത് ഇത് വിഷമില്ലാത്തത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ആ റെസ്ക്യൂ കഴിഞ്ഞ് ഈ ആള് കൂടിയത് എപ്പോഴായിരുന്നു? ഇപ്പൊ നമ്മള് വാർത്തകളിലൊക്കെ ഇങ്ങനെ കണ്ടു, രാജേച്ചി ചിരിച്ചോണ്ട് ഇങ്ങനെ ബക്കറ്റൊക്കെ വെച്ച് നിൽക്കുന്ന 75 കുഞ്ഞു പാമ്പുകളുമായിട്ട്, അണലികളുമായിട്ട്. നമുക്കത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ദേഹത്തൊക്കെ വല്ലാതെ വരും അല്ലേ. അപ്പൊ എങ്ങനെയാണ് അത് ആ ഒരു ആൾക്കാർ കൂടിയതും? അത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സ്നേക്ക് രാജി എന്നാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ ഇപ്പോഴായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതില് ഞാൻ ലൈവ് ഇട്ടു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒന്നിനെ പിടിക്കുന്ന സമയത്ത് തന്നെ ലൈവ് ഇട്ടു. പിന്നെ ആയപ്പോ 23, 43 അങ്ങനെ ആയപ്പോ 2-3 ലൈവ് വന്നപ്പം അവിടെ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അറിഞ്ഞു. അങ്ങനെയാണ് മീഡിയാസ് അവിടെ വന്നു, പത്രക്കാർ വന്നു. അപ്പൊ അങ്ങനെ എല്ലാത്തിലും അങ്ങനെ ആയി നിറഞ്ഞു. എന്താ ഈ സാധാരണ നമ്മള് ഇപ്പൊ നമ്മുടെ വാവച്ചേട്ടനാണ് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. വാവച്ചേട്ടന്റെ ഈ പാമ്പ് പിടുത്തത്തിലെ കൂടുതൽ കൗതുകങ്ങളൊക്കെ കാണിച്ചിരുന്നത്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഈ ഒരു രംഗത്തേക്ക് വന്ന വനിത രാജചേച്ചിയാണ് അല്ലെ. രാജചേച്ചി അങ്ങനെ ഒരു റെക്കോർഡും കൂടി ഉണ്ട് താങ്കൾക്ക്. ഒപ്പം ഇതിപ്പോ ഒരു റെക്കോർഡാണെന്ന് തോന്നുന്നല്ലോ അല്ലെ. കേരളത്തിലോ ഇന്ത്യയിൽ എന്താണ്? കേരളത്തില് ഇതുവരെയും ഇത്രയും എണ്ണത്തിന് ഇത്രയും പാമ്പും കുഞ്ഞുങ്ങളെ 75 പാമ്പും കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എണ്ണത്തിൽ. പിന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഒറ്റ റെസ്ക്യൂ. അതെ, ഒറ്റ റെസ്ക്യൂല്. ഇതിപ്പം ഒരമ്മയുടെ മക്കള് തന്നെ ആവാം. കാരണം 2 അണലി ഒരിടത്ത് തന്നെ പ്രസവിക്കുക എന്ന് വെച്ചാൽ 1 സെന്റ് 1.5 സെന്റൊക്കെ ഉള്ളു. അവിടെ എന്തായാലും 2 അണലി പ്രസവിക്കത്തില്ല. മാത്രമല്ല വീട്ടുകാർ കണ്ടത് തന്നെയും തലേദിവസം ഈ വലിയ പാമ്പിനെ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആയപ്പോ പട്ടി കുരച്ച് അങ്ങനെ മുകളിൽ കെട്ടിയ പട്ടി ടെറസിലാണ് കിടക്കുന്നത്. അപ്പൊ പട്ടി കുരയ്ക്കുന്ന കണ്ടിട്ട് വീട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോ ഒരു വലിയ സൈസ്, നല്ല സൈസുള്ള ഒരു അണലി. അതുപോലെ ഒരു അണലിയെ ഇതുവരെയും കണ്ടിട്ടില്ല, ചാനലിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ അതിനെ എന്നെ വിളിക്കണേനകം വെച്ച് തന്നെ അത് അവിടെ നിന്ന് ലെഫ്റ്റ് ആയി. അതുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെ അത് ഇപ്പൊ നമ്മള് കേരളത്തിൽ ഇത്രയും 75 എണ്ണം പിടിക്കണത് തന്നെയും ആദ്യമായിട്ടാണ് എന്നാണ് പറയണത്. പിന്നെ ഞാൻ ഇപ്പൊ അറിഞ്ഞത് ഇന്ത്യയിൽ തന്നെയും അത്രയും എണ്ണം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു റെക്കോർഡും കൂടിയാണ് അല്ലെ. നമുക്ക് നമ്മുടെ അറിവ് പ്രകാരം രാജേശ്വരാണ്. അതെ, വ്യക്തമല്ല എങ്കിൽ പോലും നമുക്ക് ഇതുവരെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. അപ്പൊ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചില്ലറ സമയമല്ല. ഒപ്പം ഈ തള്ളപ്പാമ്പിനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ശാസ്ത്രീയമായിട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ പ്രസവിച്ച ശേഷം ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് തന്നെയാണോ പാമ്പിന്റെ ഒരു? നമ്മള് സാധാരണ മനുഷ്യരാണെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരെ പാലൂട്ടി പോറ്റി വളർത്തും. പക്ഷെ പാമ്പിൻ കുഞ്ഞുങ്ങൾ ആരും അവര് മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ പല വഴിക്ക് പോകും. അല്ലെങ്കിൽ അണലിയെ പോലുള്ളത് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പാലൂട്ടി വളർത്താനോ അല്ലെങ്കിൽ ഫുഡ് കൊടുത്ത് വളർത്താനോ നിൽക്കൂല. അവരവരെ വഴിക്ക് കുഞ്ഞുങ്ങൾ പോവുകയാണ് ചെയ്യണം. പക്ഷെ ഇത്രയും കുഞ്ഞുങ്ങൾ ഏതാണ്ട് 1-1.5 ആഴ്ചത്തോളം വരും പ്രായം. ഇത്രയും കുഞ്ഞുങ്ങൾ ആ 1 സെന്റില് എങ്ങനെ 1.5 സെന്റിനകത്ത് എങ്ങനെ ഇത്രയും ദിവസം കിടന്നു എന്നുള്ളത് ഒരു അതിശയം തന്നെയാണ്. കാരണം
സ്ഥലക്കുറവാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ആരും കണ്ടുമില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച ശേഷം ഇതുപോലെ വാർത്തയൊക്കെ ആയി. ഇതിപ്പോ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ എവിടെ ഉണ്ട്, എങ്ങോട്ടാ തുറന്നു വിട്ടത്? കുഞ്ഞുങ്ങളെ അന്ന് തന്നെ ചാനലിൽ നിന്ന് റിപ്പോർട്ടുകാർ വന്നതിന് ശേഷം ഉടൻ തന്നെ പാലോട് റേഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് കൊണ്ടുപോയി. അവരിനി വനത്തിൽ തുറന്നു വിടുമോ അതോ അങ്ങനെയാണ് വനത്തിൽ റിലീസ് ചെയ്യും? രാജേച്ചിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലൈസൻസ് ഒക്കെ ഉണ്ടോ എന്ന്. കാരണം അവർക്ക് പലർക്കും സംശയമുണ്ട് രാജേച്ചിയുടെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ ആരും അങ്ങനെ കടന്നു വരാത്തൊരു രംഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഒരു സ്ത്രീ വരുമ്പോഴത്തേക്കിന് ലൈസൻസ് ഒക്കെ ഉണ്ടോ അതോ ഒരു ഇഷ്ടത്തിന്റെ പേര് പിടിക്കുന്നതാണോ എന്ന്. പക്ഷെ രാജേച്ചി ലൈസൻസ്ഡ് റെസ്ക്യൂർ ആണ് എന്നുള്ളത് ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഞാൻ. ഇപ്പൊ എത്ര വർഷമായി രാജേച്ചി ലൈസൻസ്? ഞാൻ ഏകദേശം 10 വർഷത്തോളമായി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. മീഡിയാസ് ഒക്കെ ഫസ്റ്റ് അന്ന് സ്നേക്ക് ക്യാച്ചർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു അനുഭവം എല്ലാ ചാനലുകാർക്കും അങ്ങനെ ഒരു സംഭവം എന്നിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പാമ്പ് പിടുത്ത ഫീൽഡിലെ വനിത എന്നുള്ള, കേരളത്തിലെ വനിത എന്നുള്ള ലേബൽ എനിക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഒത്തിരി ലേഡീസ് ഉണ്ട്. എനിക്ക് ലൈസൻസ് ആയത് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം തന്നെ ലൈസൻസ് കൊടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയായിരുന്നു. ഇപ്പൊ പുതുക്കാനായിട്ട് ഇതെല്ലാ റെക്കോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഉടൻ പുതുക്കി കിട്ടും. ഇപ്പൊ പുതുക്കേണ്ട സമയമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു രാജേച്ചിയെ പോലുള്ളവർ ഒരുപാട് പേർക്ക് അനുഗ്രഹമാണ്. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുമ്പോഴത്തേക്കിനും അവർക്ക് ഒരു ആശങ്കയും കൂടാതെ രാജേച്ചിയെ വിളിക്കാം അല്ലെ. രാജേച്ചിയുടെ നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ എത്ര ദൂരം വരെയൊക്കെ പോകാൻ പറ്റും ചേച്ചി? എങ്ങനെയൊക്കെയാണ്? ഞാൻ ആദ്യം ഈ ലൈസൻസ് ആയതിനു ശേഷമാണ് ലേഡീസ് ഇതിലേക്ക് വരണം. ഇപ്പൊ ഒരു ഏകദേശം ഒരു 5 വർഷത്തോളം. മുമ്പ് ഞാനും ബാബാ ചേട്ടനും ചുരുക്കം ചില ആണുങ്ങളും മാത്രമേ ഈ ഫീൽഡിലുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊക്കെ കൊല്ലം ജില്ലയുടെ, ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രം പാലോടാണ്. അപ്പോൾ കൊല്ലം ജില്ലയുടെ കുറേ ഭാഗങ്ങളിൽ പോവും. പിന്നെ ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും പോകുമായിരുന്നു. നമ്മുടെ തമിഴ്നാട് കുറച്ച് നെയ്യാറ്റിങ്കര ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്, പള്ളിച്ചൽ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴ് എന്ന് പറയുമ്പം നമ്മളെ കേരളത്തിൽ ഒത്തിരി റെസ്ക്യൂസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ എറണാകുളത്ത് അല്ലെ കോഴിക്കോട് നിന്നൊരു കോൾ എനിക്ക് വരികയാണ്. എൻ്റെ നമ്പർ കോമൺ ആണ്. അപ്പോൾ പലരും ഇതുപോലെ പല സ്ഥലത്തു നിന്നും വിളിക്കും. അപ്പോൾ എനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവരുടെ വീടിനടുത്തുള്ള റെസ്ക്യൂറെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ നമ്പർ 9497002394. എല്ലാവരും സേവ് ചെയ്തിട്ടിരിക്കുക, ആവശ്യം വരും. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കൊരു ഭയങ്കര സമാധാനമാണ്. അങ്ങനെ ഒരാളുടെ നമ്പർ കയ്യിലുള്ളത് അത്രയും സമാധാനമാണ്. കാരണം എല്ലാവർക്കും അറിയാത്ത ഈ പാമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് ഏത് രീതി പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊരു പാമ്പിനെ കാണുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ്, ഒരു ഞെട്ടലാണ് മനുഷ്യർക്ക് എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും പാമ്പിനോട് ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകും, അവര് തമ്മിൽ ആയിക്കോളൂ ഇനി എന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. ഏറ്റവും സമയമെടുത്ത റെസ്ക്യൂ ഇത് തന്നെയായിരുന്നു. ഇതിന് മുമ്പ്, ഇതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി പോലും റെസ്ക്യൂ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ലേറ്റായി. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഫോറസ്റ്റിൽ നിന്ന് ഒരു കോൾ വന്നു. വീടിന്റെ അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അടുക്കളക്കകത്ത് കലങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു മൂർഖനിരിക്കും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വേറെ റെസ്ക്യൂസിനെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടു ആരും സ്ഥലത്തില്ല. പിന്നെ എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല, അവർ പേടിച്ച് നിൽക്കണം. അങ്ങനെ അത് പോയി റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റിൽ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ്. അതുകൊണ്ട് രാജേഷ് ലേറ്റ് ആയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുറച്ചു പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. ഈ സ്ത്രീകൾ ഇതിലേക്ക് വരുന്നത് കുറവാണെന്ന് പറയുമ്പോൾ തന്നെ ഈ റെസ്ക്യൂവിന് എത്തുമ്പോൾ അവിടെ എത്തുന്നവർക്കുള്ള ആകാംക്ഷ കൂടുതലായിരിക്കും. സ്ത്രീ പാമ്പിനെ പിടിക്കുന്നു അങ്ങനെയുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും ഉണ്ടോ ആൾക്കാർക്ക്? ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്. എല്ലാവർക്കും ഈ ഫീൽഡിലേക്ക് വരാൻ തന്നെ താല്പര്യമുള്ള സ്ത്രീകളുണ്ട്. എന്നുവെച്ചാൽ അവര് രാജ്യത്തോട് ചോദിക്കാറുണ്ടോ ആൾക്കാർ? ചോദിക്കുമ്പോൾ ഞാൻ പറയണത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ പാമ്പ് പിടുത്തം പഠിച്ചത് ബാബാ ചേട്ടന് പാമ്പ് പിടിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീയായ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിച്ച് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അത് സക്സസ് ആയി. പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റു സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരു സ്ത്രീയായ ഞാൻ ഇങ്ങനെ പാമ്പ് പിടിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ മറ്റു സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കഴിയില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഞാനൊരു ഹെവി ഡ്രൈവർ കൂടിയാണ്. ഞാൻ ലോറി, ബസ് എല്ലാം ഓട്ടിക്കും, JCB, ക്രെയിൻ എല്ലാം ഓട്ടിക്കും. അപ്പോൾ ഇപ്പം എനിക്ക് ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണ പല ഫീൽഡുണ്ട്. എനിക്ക് കാട് വെട്ട് ജോലിയുണ്ട്, മെഷീൻ കൊണ്ട് കാട് വെട്ടാൻ പോകും, തെങ്ങ് കയറാൻ പോകും, വീട്ടു ജോലിക്ക് പോകും. അങ്ങനെ പല കൂലി വേല
ഇതുപോലെയും ചെയ്ത് തന്നെയാണ് ഞാൻ ജീവിക്കണം. അപ്പോൾ ഓരോ വഴിമുട്ടി നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും ഞാൻ ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും രാജേച്ചി, അത് ഞാൻ എങ്ങനെ അതിലേക്ക് വരെയായിരുന്നു. ഞാൻ ഈ ഒരു രാജേച്ചിയുടെ ഫീൽഡ് മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ ചലഞ്ചിങ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ പുല്ലുകെട്ടൽ പോലും അല്ലെ, ഈ ആളുകൾ കൂടുതൽ സ്ത്രീകൾ വരാൻ മടിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഒപ്പം ഈ ഹെവി ലൈസൻസ് എടുത്ത് വണ്ടിയുമായിട്ട് എത്ര രാത്രി ആയാലും എത്ര ദൂരേക്കായാലും ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് തടിയൊക്കെ അല്ലെ, അല്ലെ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള ജോലികൾ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദൂരയാത്രയൊക്കെ പോയിട്ടുണ്ടോ? നമ്മൾ ഈ ഹെവി ലോഡുമായിട്ട് പോകാനൊക്കെ പറ്റും? നമ്മള് ഈ ജില്ലക്കകത്ത് തമിഴ്നാട്ടിലോ ഒക്കെ നമ്മൾ ലോഡും കൊണ്ട് പോയിട്ടുണ്ട്. എവിടെ വേണം നമ്മൾ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചാൽ റോഡ് മുന്നിലുണ്ടോ ഏതറ്റം വരെ നമുക്ക് പോകാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതാണ് അത് എനിക്ക് രാജേച്ചിയെ പേഴ്സണലി അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ മുമ്പിൽ റോഡുണ്ടോ അത് അവസാനിക്കുന്നവരെ പോവാൻ, റോഡില്ലാതെ പോകാൻ പറ്റത്തില്ല, പക്ഷെ റോഡ് ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും എന്നുള്ള സ്വഭാവക്കാരി തന്നെയാണ് രാജേച്ചി. രാജേച്ചി, നമുക്ക് വീണ്ടും പാമ്പുപിടുത്തത്തിലോട്ട് വരാം. കാരണം അതാണ് റീസെന്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. ഈ പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വാവാസ് ചേട്ടനെയോ അല്ലെങ്കിൽ രാജേച്ചിയോ ഒക്കെ വിളിക്കാൻ പോകുമ്പോൾ പാമ്പ് അതിന്റെ വഴിക്ക് പോകും. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീടിനകത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ ഒക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ? ഇപ്പോൾ ഒരു ബാത്റൂമിന്റെ സൈഡിൽ അല്ലെ ബാത്റൂമിൽ ഒരു പാമ്പിനെ കണ്ടു, അല്ലെ വീടിനകത്തൊരു പാമ്പിനെ കണ്ടു, പെട്ടെന്ന് അത് അടയ്ക്കാൻ പറ്റുന്ന ഡോർ ഉണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുക, അല്ലെങ്കിൽ അതിനെ തന്നെ വാച്ച് ചെയ്ത് നിൽക്കുക. ഒരാൾ അതിനെ തന്നെ നോക്കി വാച്ച് ചെയ്ത് നിന്നുകൊണ്ട് ഒന്നുകിൽ അടുത്തുള്ള ഫോറസ്റ്റിൽ അറിയിക്കുക. നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ തന്നെ പല നമ്പേഴ്സും കിട്ടും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ റെസ്ക്യൂസിന്റെ നമ്പർ, നമ്മളിപ്പോ സർപ്പ ഗ്രൂപ്പ് ഉണ്ട്, വൈൽഡ് ലൈഫിന്റെ ഒരു വൈൽഡ് വാച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പില് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ റെസ്ക്യൂസിന്റെ നമ്പർ കിട്ടും. മാത്രമല്ല അതിൽ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഈ കോള് എവിടെ നിന്നാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഏതെങ്കിലും റെസ്ക്യൂസ് വിളിക്കുകയും അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അതിനെ റെസ്ക്യൂ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് വാച്ച് സർപ്പ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരുടെ ഫോണിലും ഒന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്നത്, ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഈ ഡയറക്റ്റ് പിന്നെ വനവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള വിളി മാത്രമല്ല, ചേച്ചിക്ക് ഡയറക്റ്റും വരാറുണ്ട്? ഇഷ്ടം പല ജില്ലയിൽ നിന്നും വരാറുണ്ട്. അപ്പോ ഇപ്പൊ കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട്? ഇപ്പൊ ചേച്ചിക്ക് അറിയാവുന്ന ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏകദേശം എത്ര പേരുണ്ടാവും ലൈസൻസ് എടുത്ത്? പല സ്ത്രീകളും ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ട്രിവാൻഡ്രം ജില്ലയിൽ ഞാനും മറ്റൊരു ലേഡിയും മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ ജില്ലയിലും റെയർ ആയിട്ട് മാത്രമേ ലേഡീസ് ഉള്ളൂ. ലൈസൻസ് എടുക്കുന്നത് പലരും എടുക്കുന്നുണ്ട്, പക്ഷെ ആരും ഫീൽഡിലേക്ക് കൂടുതലും ഇറങ്ങാറില്ല എന്നുള്ളതാണ്. ഇപ്പോ 8 മണിക്കൂർ 75 പാമ്പ് കുഞ്ഞുങ്ങൾ, അതാണ് നമ്മുടെ റെക്കോർഡ്. അത് വളരെ വലിയ റെസ്ക്യൂ ആയിരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും വളരെ ബുദ്ധിമുട്ടി ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ റെസ്ക്യൂ ഓർക്കുന്നത് എങ്ങനെയായിരിക്കും? രാത്രിയിലൊക്കെ ആവുമ്പോ ഇത് ഭയങ്കര പ്രശ്നമാവുമല്ലോ. അത് വളരെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോ അന്നേ ദിവസം, അതായത് ഈ 75 പാമ്പും കുഞ്ഞുങ്ങൾ പിടിച്ചതിന്റെ അന്ന് അത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ ഞാൻ നടു ഒടിഞ്ഞ് കിടന്ന് ജോലി ചെയ്തതാണ്. കാരണം ആ വിളയിൽ കല്ല് ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട്. അത്രയും വെട്ടിപ്പറക്കി മാറ്റി ആരെ എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല. അതെ, എല്ലാം ഒറ്റയ്ക്കും. എനിക്ക് ആരെങ്കിലും ഇതുപോലെ സഹായത്തിന് കാണും, പക്ഷെ അത് ബൂട്ട് അല്ലെങ്കിൽ ജീൻസ് പാന്റും ഒക്കെ ഇട്ട ഒരാളെ മാത്രമേ എനിക്ക് കൂടെ നടത്താൻ പറ്റൂ. ആ പയ്യന് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മതിലിന്റെ മണ്ടയിൽ നിന്നുകൊണ്ട് വാച്ച് ചെയ്യാനേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരുടെ സേഫ്റ്റി നോക്കണം, എന്റെ സേഫ്റ്റി നോക്കണം, പാമ്പിന്റെ സേഫ്റ്റി നോക്കണം. ഇത് മൂന്നും നമ്മളുടെ കയ്യിലാണ്. ഞാൻ ഒറ്റയ്ക്ക് അത് അത്രയും ചെയ്ത് പാമ്പിനെ പിടിച്ച് രാത്രി ഒരു 8:30 ആയി വീടെത്തിയ. ചെന്നൊന്ന് കുളിച്ച് നടു നോക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത കോള് പറഞ്ഞ് കിളിമാനൂരിന്ന്. അത് രാത്രി 10 മണിക്ക് ഉടൻ തന്നെ വീട്ടിനടുത്തുള്ളൊരു ലേഡിയെയും കൂടെ വിളിച്ചിട്ട്, എനിക്ക് വണ്ടി ഇല്ലായിരുന്നു, ജീപ്പില്ലായിരുന്നു, അല്ലെങ്കിൽ ജീപ്പും കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ അടുത്ത് എത്ര രാത്രിയാലും പോകണം. അപ്പൊ അതിന്റെ ജീപ്പ് പണിയായിട്ട് കിടന്നുകൊണ്ട് വേറൊരു ആട്ടോ ഡ്രൈവറെ വിളിച്ചു, അനിത എന്നാണ് പേര്, വീട്ടിന്റെ അടുത്ത് തന്നെ. പുള്ളിക്കാരിയെ വിളിച്ചു. ഞാനും ആ പുള്ളിക്കാരിയും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി.
പക്ഷെ അവിടെ 2 നില മുകളിലായിട്ട് ടെറസിൽ കുറച്ച് വിറവടുക്കി വെച്ചാണ് അവിടെ ഒരു വലിയൊരു മൂർഖൻ പൂച്ചയെ വിഴുങ്ങിയിട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്. ഞാനവിടെ ചെന്നപ്പോ കുറച്ച് വിറവല്ല എൻ്റെ പൊന്നോ, 2 ടിപ്പറിന് വരും തടി അറുത്ത് അതെ അതെ, അത് ടെറസിന്റെ മുകളിൽ തടി അറുത്ത് വെച്ച്. ഇത് മൊത്തം എനിക്ക് അവിടെ ആളിനെ നിർത്തി വലിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. തല റൂഫിൽ ഇടിച്ച് ഒരുപാട് ഇടിച്ചിടിച്ചാണ് അത്രയും ഞാൻ പറക്കി മാറ്റി ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ സാധനം എടുക്കണ അനുസരിച്ച് പാമ്പ് ബാക്കിലേക്ക് വലിയും. അപ്പൊ മൊത്തവും സാധനങ്ങൾ എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ അതിനെ കിട്ടൂ. ഏറ്റവും അടിയിലത്തെ തടിയുടെ അവിടെ വരെ പോണം. ഇത് അന്ന് തന്നെ ഒരു 3 മണിക്കൂർ ഞാൻ ആ തടി മാറ്റി അതിനെ റെസ്ക്യൂ എടുത്ത് വീടെത്തിയപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 4:30 മണിയായി. അന്ന് എൻ്റെ എന്ന് വെച്ചാൽ പകല് ഫുള്ളും ഈ കല്ലും മണ്ണും അത്രയും വെട്ടിപ്പറക്കി 75 കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത്. അന്ന് രാത്രിയിൽ ഒരു വലിയ മൂർഖനായിരുന്നു, നല്ല വലിയ മൂർഖൻ. അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് വീടെത്തിയപ്പോൾ 4:30 മണിയായി. ഒട്ടും ഒന്നും നടുനൂത്തതേ ഇല്ല. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഇത്രയും മടുപ്പുണ്ടായിട്ട് പോലും നമ്മൾ ഒരു കോൾ വരുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ ഇല്ല. അത് അന്ന് ഞാൻ വേറെ റെസ്ക്യൂറെ രാത്രിയല്ലേ വേറെ റെസ്ക്യൂറെ അറേഞ്ച് ചെയ്യാൻ നോക്കിയ സ്ഥലത്ത് ആളില്ലാത്തതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. കാരണം ആ വീട്ടുകാർ അത്രയ്ക്ക് പേടിച്ചിരിക്കണം. അതും വലിയ മൂർഖനാണ്. അങ്ങനെ റിസ്ക് എടുത്ത് പോയതാണ്. എത്ര രാത്രിയായാലും ഞാൻ പോകും. ഈ രാജേഷ്, ഈ പാമ്പുകളെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളതെന്ന് ചോദിക്കണേ, ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഈ പാമ്പിനും ഭയം ഉണ്ടാവും അല്ലെ? പേടിയുണ്ടാവും. അതിനെ ആക്രമിക്കാൻ ചെല്ലണ ശത്രുവാണെന്ന് വിചാരിച്ച് അത് പേടിച്ച് ബാക്കിലോട്ട് നീങ്ങിയിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ പ്രാണരക്ഷാർത്ഥം നമ്മളെ കടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കും. അതല്ലാതെ വൈരാഗ്യ ബുദ്ധിയോ ഓർമ്മശക്തിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മള് സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി. അതെ. ഒരു പക്ഷെ അതിന് മുമ്പ് ആക്രമിച്ചിട്ടുള്ള ആളായിരിക്കാം അതിന്റെ മുന്നിൽ വന്ന് പെടുന്നത്. അപ്പം മുമ്പ് ആക്രമിച്ച ആ വേദന അതിന്റെ ശരീരത്തിൽ കാണുമല്ലോ, ഉള്ളിൽ കാണും. അപ്പൊ അത് വീണ്ടും ആ ആളിനെ കടിക്കുമ്പോ കണ്ടു നിൽക്കുന്നവര് പറയും പാമ്പിന് പകയുണ്ട്, അന്ന് അടിച്ചത് കൊണ്ട് അത് ഓർമ്മിച്ച് വെച്ചിരുന്നില്ല. അങ്ങനൊന്നുമില്ല. അതിന് ഓർമ്മ ശക്തിയേ ഇല്ല, കേൾവി ശക്തിയും ഇല്ല. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഒരു നിഴല് പോലെ കാണാൻ പറ്റും. പിന്നെ രാജവെമ്പാലയ്ക്കും ചേരയ്ക്കും കാഴ്ച. ഈ രണ്ടാമത് പറഞ്ഞ ആ റെസ്ക്യൂവിന്റെ വിഷ്വല് രാജേച്ചി എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ നോക്കി ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ പാമ്പ്, അതായത് രാജേച്ചിക്ക് ആ സാധനം വെച്ച് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അതെ, അവിടെ നിൽക്കാനുള്ള ഇടം പോലും ഇല്ല. കാരണം ഒരു ശകലം ഒന്ന് കാല് മാറിക്കഴിഞ്ഞാൽ താഴെ പോരും. 2 നില മുകളിലാണ്. ഈ പറഞ്ഞ പോലെ രക്ഷിക്കേണ്ടത് 3 പേരാണല്ലോ, വീട്ടുകാരെ, സ്വന്തം ജീവൻ, ഒപ്പം പാമ്പ്. അത് വലിയ കാര്യം തന്നെയാണ്. കടി കിട്ടിയിട്ടുണ്ടോ ചേച്ചി? കിട്ടിയിട്ടുണ്ട്. അത് ഒരു 8 വർഷം മുന്നേ 721ാമത്തെ പാമ്പായപ്പം ഒരു കുഞ്ഞു മൂർഖൻ. 721 എണ്ണി തന്നെയല്ലേ പിടിക്കുന്നത്? പാമ്പായി ഏകദേശം 3000-ഓളമായി. ആഹാ, 3000-ഓളം പാമ്പുകൾ. റെക്കോർഡ് പോരട്ടെ, അങ്ങോട്ട് ഇനി അങ്ങോട്ട് കൂടട്ടെ. താങ്ക് യു. അങ്ങനെ അതിന് 8 വർഷം മുമ്പായിരുന്നു, 8 വർഷം മുന്നേ. അപ്പൊ അത് പിടിക്കുന്ന സമയത്ത് ഈ വിരലില് ഇങ്ങനെ കൈ അനങ്ങിയ കൂട്ടത്തിൽ വിരല് നമ്മൾ അനങ്ങണ വസ്തുവില് അത് ഫോക്കസ് ചെയ്യും. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്ന പാമ്പിനെ മറ്റൊരിടത്ത് പ്രദർശിപ്പിക്കാനോ ആരുടെ മുന്നിലോ ആളാവാനോ നോക്കത്തില്ല. ഞാൻ എന്റെ സേഫ്റ്റി, ചുറ്റിനും നിൽക്കുന്നവരുടെ സേഫ്റ്റി, പാമ്പിന്റെ സേഫ്റ്റി, ഇത് മാത്രമേ നോക്കൂ. അതുകൊണ്ട് പാമ്പിന്റെ തലയെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാവൂ, വേറെ ഒന്നിലോട്ട് ശ്രദ്ധ കൊടുക്കത്തില്ല. അങ്ങനെ എനിക്ക് അബദ്ധത്തിൽ എനിക്കൊരു കടി കിട്ടിയാണ്. വിരൽ അനങ്ങിയോ? എനിക്ക് വിരലിൽ കിട്ടിയതാണ്. ഈ വിരലില് ഒരു കുഞ്ഞു മൂർഖനായിരുന്നു. അപ്പോൾ ആന്റിവനോ കൊടുത്ത് 3 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. കുഞ്ഞായാലും അതിന്റെ ശരീരത്ത് അത് വിഷം കൊണ്ട് തന്നെയാണ് ജനിക്കുന്നത്. ആ വിഷം നേരിയ രീതിയിലായാലും നമ്മളെ ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടാൻ വൈകുകയാണെങ്കിൽ നമ്മൾ മരണപ്പെടും. ഇനിയിപ്പോ രാജേച്ചിയോട് ചോദിച്ചാൽ എന്താണ് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഏത് മേഖല? രാജവെമ്പാല പിടിക്കണം. എന്താണ് രാജവെമ്പാല? ഭയങ്കര റിസ്ക് ആണോ? റിസ്ക് ആണ്. പക്ഷെ എനിക്ക് 2 പ്രാവശ്യം കുളത്തൂപ്പുഴ കോള് വന്നു. ഞാൻ ഏതാണ്ട് അങ്ങ് എത്താറായപ്പോഴേക്കും ബാബാ ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്നു എന്ന് അവിടെ വിളിച്ച ആള് എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ DFO സാർ പറഞ്ഞു ആരാണോ മുന്നേ എത്തുന്നത് അവർക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരമാണ്. എനിക്ക് ഭയങ്കര എന്റെ ഒരു ജീവിത അഭിലാഷമാണ് ഒരു രാജവെമ്പാല എനിക്ക് റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ എന്നെ അറിയിക്കണമെങ്കിൽ. തീർച്ചയായിട്ടും ആളുകളോടെല്ലാം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർ ആരെങ്കിലും രാജവെമ്പാലെ കാണുവാണെങ്കിൽ ആദ്യം രാജചേച്ചിയെ വിളിക്കണം കേട്ടോ. പേരിലെല്ലാം സാമ്യമുണ്ട്, രാജവെമ്പാല, രാജചേച്ചി. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുക അല്ലെ. അപ്പോ വിളിക്കുമ്പോ ചേച്ചി വന്ന് ചേച്ചിക്ക് ഒരു റെക്കോർഡ്, ചേച്ചിയുടെ ഒരു ആഗ്രഹം, വലിയൊരു ആഗ്രഹം കൂടിയാണ്.
ഈ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ വനംവകുപ്പിനെ ഏൽപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ട്? കഴിവതും അന്ന് തന്നെ ഏൽപ്പിക്കാൻ നോക്കുക. അന്ന് പറ്റിയില്ല, ഇതുപോലെ രാത്രിയിലൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് കൊണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ചേക്കും? വെച്ചിരിക്കും. അത് കുറച്ച് റിസ്ക് അല്ലേ? റിസ്ക് ആണ്, പക്ഷേ സേഫ് ആണ്. നമ്മളിപ്പോ പഴയതുപോലെ ടിന്നിലല്ല പിടിക്കുന്നത്. ലൈസൻസ് ആയതിനു ശേഷം ഒരു ബാഗ്, പൈപ്പ്, പിന്നെ ഒരു ഹുക്ക് നമ്മൾ ബാലിൽ പിടിച്ചിട്ട് ഹുക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്താണ്. അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ലൈസൻസിനെ ബാധിക്കും, കട്ട് ചെയ്യും. ആരെങ്കിലും ഒരാൾ ഒരു വീഡിയോ ഫോട്ടോയോ നമ്മൾ ടിന്നിലാക്കണത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാധിക്കും. പിന്നെ ലൈസൻസ് ഇല്ലാത്ത ആരും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പാടില്ല. അതിനെ അടിച്ചു കൊന്നാലും ഭയങ്കര കേസാണ്. 3 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് ആരും പാമ്പിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്, ഉപദ്രവിക്കുകയും ചെയ്യരുത്. ഈ പരിക്ക് പറ്റാതെയാണ് അപ്പൊ ഇതിനെ റെസ്ക്യൂ? അതെ. പിന്നെ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടുങ്ങിയ ഭാഗത്തൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ അതിനെ വലിച്ചെടുക്കുമ്പോൾ അതിന് നോവാത്ത പോലെ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാത്ത രീതിയിലായിരിക്കും റെസ്ക്യൂ അല്ലെ? ഇപ്പോ എന്റെ നമ്പറിൽ ഇപ്പൊ ഒരു വീട്ടിൽ പാമ്പ് കയറി അല്ലെങ്കിൽ ഒരാളെ പാമ്പ് കടിച്ചു, ആ കടിച്ച പാമ്പിന്റെ ഫോട്ടോ എനിക്ക് അതായിരിക്കണം, ഒന്നുകൂടെ പറയുന്നത് അതായിരിക്കണം, അതെനിക്ക് അയച്ചു തന്ന ഏത് പാമ്പാണ് കടിച്ചതെന്നുള്ള ഒരു ചെറിയൊരു സിംറ്റം, ഒരു ചെറിയൊരു മാർക്ക് നമുക്ക് അതിന്റെ സ്കിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് കണ്ടാലും അറിയാം ഇന്ന പാമ്പാണെന്ന്. അയച്ചു തന്നിട്ട് ഒന്ന് വിളിച്ചു ചോദിക്കണം. എപ്പോഴും നമ്മൾ വാട്സപ്പ് നോക്കില്ല, ഒന്ന് വിളിച്ചു ചോദിക്കണം ഇത് ഏത് പാമ്പാണ്. അതല്ല വീട്ടിൽ പാമ്പ് കയറി ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഒരു കല്ലെടുക്കിന്റെ ഒരു കുറച്ച് മാത്രമേ കാണാവൂ, ചെറിയ രീതിയിൽ കാണാവൂ, ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അടുത്ത് പോയി എടുക്കരുത്, എങ്കിലും നമുക്ക് നേരിയ രീതിയിൽ കാണാൻ കഴിയും എന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഇത് ഏത് പാമ്പാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. ശരി. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം അടുത്ത തവണ നമ്മൾ ഇനി കാണുമ്പോൾ രാജവെമ്പാലയെ ഒരു റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. എല്ലാത്തിനും എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി, ഒരുപാട് നന്ദി. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.